ഹായ്, ഗുഡ് മോർണിംഗ്. എന്നുവെച്ചാൽ രാവിലെ ഞങ്ങൾ പോവാണേ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണ്ണിൻ്റെ ഒരു പ്രശ്നം. അതിപ്പോൾ കട്ടപ്പന ആശുപത്രി നോക്കിയിട്ട് അവിടെ അതിനുള്ള ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ്. അത് അവിടെ ഇല്ല. അപ്പോൾ അവർ പൊൻകുന്നത്ത് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് എഴുതി തന്നിരിക്കുക. നമ്മൾ അങ്ങോട്ട് പോവാണേ. ആ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെയാണ് പോകട്ടോ. ചെറിയൊരു ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവിടെ പോയി നോക്കാം. വലിയ പ്രശ്നമുള്ള കേസല്ലെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണോ പുതിയ വീടുകളൊക്കെ വരുന്ന വഴിക്ക് കണ്ടോ, ഒരെണ്ണം പുതിയത് പണി തീർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഗ്രാമ അന്തരീക്ഷമൊക്കെ കണ്ടോ, സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളേ. ഇപ്പോൾ സമയം 6:30 ആയതേ ഉള്ളൂ. നേരത്തെ പോവുകയാണെങ്കിൽ ചീട്ടൊക്കെ എടുത്ത് നമുക്ക് ബസ്സിലേക്ക് കയറാമല്ലോ. കുറച്ച് കഴിഞ്ഞാൽ നാട്ടുമ്പുറത്തൊക്കെ ഭയങ്കര ചൂടല്ലേ. ഇതാണ് നമ്മുടെ നാട്ടുപാത. നേരത്തെ കാണിച്ചിട്ടുള്ളതാ. ഇവിടെയൊക്കെ ഇവിടുത്തെ വഴിയൊക്കെ ഒത്തിരി പോയി കിടക്കുകയാണ്. ഇപ്പോൾ സ്കൂട്ടർ കൊണ്ടൊക്കെ മുകളിൽ ഇറക്കമൊക്കെ ഇറങ്ങി വരാൻ പാടാ. ഞാൻ മുകളിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. കുറച്ചിങ്ങോട്ട് വന്നപ്പോഴാണ് ഇടയ്ക്ക് വെച്ച് മറന്നുപോയായിരുന്നു. ഇപ്പം നമുക്ക് എവിടെ ചെന്നാലുണ്ടല്ലോ ഈ കൈപ്പങ്കാടി പൂക്കളെ കാണാൻ നല്ലതല്ലേ. എല്ലാ നാട്ടുവഴികളിലും ഉണ്ട് ഇത്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ, ഈ പുള്ളി ഉണ്ടല്ലോ, ഇവന് മേത്ത പൂടയെല്ലാം പോയിട്ട് മേലാണ്ടായിട്ട് ഇവനെ ആരോ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണേ. പിന്നെ ഇതിലെ പോകുന്ന ആൾക്കാരെല്ലാം ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്ത് അവൻ്റെ മേത്ത് പൂടയൊക്കെ സെറ്റായി. ഇപ്പോൾ ഇവനെ കണ്ടോ, ഇപ്പോൾ മിടുക്കടായല്ലടാ. എന്നാ രാവിലെ ഒന്നും കിട്ടിയില്ല, വയറൊക്കെ ഒട്ടിക്കിടക്കുവാണല്ലോ. തിരിച്ചു വരുമ്പോൾ ഒക്കെ ആട്ടോ കേട്ടോ. നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല, എന്താ പേരൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ പട്ടിയൊക്കെ കൊണ്ടു വിട്ടിട്ട് പോകരുത് കേട്ടോ. അതിന് ഒരു ജീവനുള്ള വസ്തുവല്ലേ. മേത്ത് പൂട പോയി അത് അസുഖമാണെന്ന് പറഞ്ഞ് വഴി കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണേ. ഇപ്പോൾ അവൻ നല്ല മിടുക്കനായിട്ട് സെറ്റപ്പായിട്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ആരെയും ഒന്നും ഉപേക്ഷിക്കുകയും ചെയ്യരുത്. ഏത് സമയത്ത് അവരെ കൊണ്ട് ഗുണം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് സൂര്യൻ എന്നാ നേരത്തെ ഉദിക്കാത്ത? നേരത്തെ അല്ല, ടൈമിങ്ങല്ലേ വരുവുള്ളൂ. പാലും കൊണ്ടൊക്കെ പോയിട്ട് വരുന്നുണ്ട്. ഇവരൊക്കെ നേരത്തെ പോയോ, നമ്മൾ താമസിച്ചു പോയോ? രാവിലത്തെ കാഴ്ചകളാണ് നല്ലതേ അല്ലേ. സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നത്, കിളികളുടെ കളാരവം. ഇതിലേ ഒരു വഴിയുണ്ടേ. ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു ദിവസം ഇതിലേ പോയിട്ട് വീട്ടിലേക്ക് ഇരിക്കുന്ന ടൈം വരുവാണെങ്കിൽ പോയി എടുക്കാം. ഈ വഴി പോകുന്നുണ്ടോ, അങ്ങോട്ടുള്ളൊരു വഴിയാണ്. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള വണ്ടിയുടെ സർവീസ്. പിന്നെ നമ്മുടെ ജനമൈത്രി ജനസേവന കേന്ദ്രം, സ്മാർട്ട് വില്ലേജ് ഓഫീസ്. ഈ വില്ലേജ് ഓഫീസ് ആദ്യം താഴെയായിരുന്നേ, ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റി വെച്ച. അങ്ങനെ നമ്മുടെ ലപ്പക്കട ടൗണിലേക്ക് എത്തി കേട്ടോ. കുറച്ച് താഴെ ഇറങ്ങിയാൽ മെയിൻ റോഡ് ഒക്കെ ആണേ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഹോസ്പിറ്റലൊക്കെ വന്നിട്ടുണ്ടേ. ചെറിയൊരു ആശുപത്രിയാണ് എങ്കിലും അത്യാവശ്യം പെട്ടെന്നൊരു പനിയോ ജലദോഷമൊക്കെ വന്നാൽ നമുക്കൊരു മരുന്നൊക്കെ മേടിക്കാം. പിന്നെ വളണ്ട് ഇപ്പോൾ പുതിയൊരു ബിൽഡിങ് ഇത് വന്നായിരുന്നേ. പിന്നെ നമുക്കൊരു തുണിക്കടയൊക്കെ ഉണ്ട്. ലപ്പക്കട അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിറ്റിയാണ്. 3-4 ഹോട്ടലുണ്ട്. ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട്, അപ്പുറത്ത് ആശുപത്രിയുണ്ട്, പഞ്ചായത്ത് എല്ലാം ഉണ്ട് കേട്ടോ. കൽത്തട്ടിക്കൊക്കെ പോകുന്ന വഴിയാണേ. ഇതാണ് JPM കോളേജ്. ഈ ബോർഡിന് അപ്പുറത്ത് കേട്ടോ. ഇവിടെ ഒരു കെട്ടിടമുണ്ട്, അപ്പുറത്ത് കൽത്തട്ടിക്ക് പോകുന്ന വഴിക്ക് ഒരു കെട്ടിടമുണ്ട്. കുറേ ഡിഗ്രികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇതിലെ ഓടുന്ന ജയകൃഷ്ണ എന്ന് പറഞ്ഞ ബസ്സാണേ വന്ന് കിടക്കുന്നത്. കട്ടപ്പന കുമിളിക്കൊക്കെ പോകുന്ന വണ്ടിയാണ്. മഞ്ഞപ്പള്ളി സ്റ്റോർ, നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് പച്ചക്കറിയൊക്കെ മേടിക്കുന്നത്. ആ വഴിക്കാണ് ലൂർദ് മാതാ ചർച്ച്, പഞ്ചായത്ത് ഓഫീസൊക്കെ. മീനൊക്കെ രാവിലെ എത്തിയേ.
ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇതേ കയറുന്നില്ല കേട്ടോ. നമ്മൾ ട്രാൻസ്പോർട്ടിലേ കയറുന്നുള്ളൂ. അതാണ് കുലുക്കം കുറവുണ്ട്. ഇവൻ രാവിലെ സൈക്കിൾ ചവിട്ടി ചവിട്ടി മടുത്തും തോന്നുന്നു കേട്ടോ. തള്ളിക്കൊണ്ട് പോകും. അടുത്തത് ഒരു ബസ്സും കൂടെ പ്രൈവറ്റ് ബസ്സാണ് വരുന്നത് കേട്ടോ. നമ്മൾ KSRTCക്കേ പോകുന്നുള്ളൂ. കട്ടപ്പനയ്ക്കുള്ള നമ്മൾ വന്നതിന് ശേഷം രണ്ടാമത്തെ വണ്ടിയും വന്നേ, ജയ്മേരി. ഒരു രാവിലെ നമ്മൾ കവല ഇറങ്ങിയൊക്കെയാണ് ഒത്തിരി കാഴ്ചകൾ കിട്ടും കേട്ടോ. ഇതുപോലെ ഇപ്പം നമ്മൾ കാഞ്ഞിരപ്പള്ളി കുന്നരാശുപത്രിയുടെ അവിടെ ബസ് ഇറങ്ങിയേ. നമുക്കിവിടെ അല്ല പോകണ്ടേ, ഞാനിത് കാണിച്ചെന്നേ ഉള്ളേ. നമുക്കിങ്ങ് താഴോട്ടാണ് പോകണ്ട കേട്ടോ. ആ റോഡ് നേരെ കുറച്ച് താഴേക്ക് പോകണേ. ഇവിടെയൊക്കെ നല്ല വണ്ടിത്തിരക്കാണ് കേട്ടോ. രാവിലെ സമയം കൂടെ ആയതുകൊണ്ട് ആ ബസ് വരുന്നതിന് കുറച്ച് താഴെയാണ് നമ്മൾ പോകേണ്ട ആശുപത്രിയെ. ഞാനിതിലെ പോകുമ്പോഴെല്ലാം കാണുന്നുണ്ട് ഇത് ഒരു കെട്ടിടം ഇങ്ങനെ പണി തീരാതെ കിടക്കുന്നുണ്ട്. ഒത്തിരി കാലമായിട്ട് ഇങ്ങനെ കിടക്കുക. ഇതാണ് കേട്ടോ ഹോസ്പിറ്റലേ. ഇതിൻ്റെ ഫ്രണ്ട് വശം അപ്പുറത്താണ്. ഈ സൈഡിലും ആ സൈഡിൽ കൂടെ നമുക്ക് കയറാവേ. സെൻറ്റ് ജോസഫ് ചെവിയുടെയും കണ്ണിൻ്റെ. നമ്മളങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് അവിടുന്ന് ഒരു 5 ദിവസത്തേക്കുള്ള മരുന്നൊക്കെ തന്ന അവർ വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് കണ്ണിന് കുറവുണ്ടെങ്കിലേ നമുക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ. ബസ്സിലൊക്കെ ഒത്തിരി കുറവാണേ, എന്താണെന്നറിയത്തില്ല. ഈ വഴിയൊക്കെ പോകുമ്പോൾ കണ്ടോ, നമ്മൾ ഇനിയിപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പാറത്തോട് 26 ഇങ്ങനെയുള്ള വഴികളിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ലതാണ്. അതുപോലെ നമ്മളിപ്പോൾ മുണ്ടക്കയം സ്റ്റാൻഡിൽ വന്ന് കയറിയേ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് കുട്ടിക്കാനം വഴിയൊക്കെ അങ്ങ് പോകാം. മുണ്ടക്കയം സ്റ്റാൻഡിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. ഇതുമാത്രം വാഹനങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനത്ത് നിന്നും തമിഴ്നാട്ടിലേക്കുള്ള ബസ്സൊക്കെ പോകുന്നുണ്ട്. മരിയൻ കോളേജിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു കോളേജാണ് കുട്ടിക്കാനത്തെ മരിയൻ കോളേജ്. ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇനി ഇവിടെ നിന്ന് നമ്മളിപ്പോൾ മുന്നോട്ട് പോയാൽ നല്ല റോഡെയാണ് പോകുന്നത് കേട്ടോ. മലയോര ഹൈവേ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ റോഡ് പോയി നമ്മുടെ കമ്പമെട്ടിലാണ് പോയി മുട്ടുന്നത്. അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ വർക്കുകളിപ്പം ഈ ഭാഗത്തുള്ളതൊക്കെ ഏകദേശം തീർന്നു. ഇനിയിപ്പം നമ്മുടെ ചപ്പാത്ത് ഭാഗത്തൊക്കെയാണ് അങ്ങോട്ട്, അതിൻ്റെ അപ്പുറത്തോട്ടാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കുട്ടിക്കാനത്ത് ചപ്പാത്ത് വരെ ഒത്തിരി നല്ലൊരു റോഡ് തന്നെയാണ്. വലിയ യാത്രാ ക്ലേശങ്ങളൊക്കെ ഇല്ലാതെ നമുക്കിപ്പോൾ ഇതിൽ യാത്ര ചെയ്യാം. അതുകൊണ്ട് ടൂറിസം മേഖലയൊക്കെ ആയിട്ട് ബന്ധിച്ച് പോകുന്നതുകൊണ്ട് ഇവിടെ ചെന്നിട്ട് ഏലപ്പാറയിൽ നിന്ന് നമുക്ക് വാഗമണ് ഭാഗത്തേക്കൊക്കെ പോവാം. ഇല്ലിക്കക്കല്ല്, അങ്ങനെ കാഞ്ഞാറ് ആ ഭാഗത്തേക്ക് പോവാം. ഒക്കെ പോകാവുന്നൊരു വഴിയാണ്. അപ്പോൾ നമ്മൾ പള്ളിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഞാൻ ബസ്സിൻ്റെ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് പള്ളി കാണാൻ പറ്റുന്നില്ലേ. അപ്പുറത്തോട്ടൊന്ന് മാറണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ പിന്നെ അവിടെ പള്ളി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലാണ് ഇപ്പോൾ ഇച്ചിരി ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു കാഴ്ച കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നേക്കാമെന്ന് വിചാരിച്ചു. അതല്ലേ നല്ലേ. ഈ പോകുന്ന വഴിക്കുള്ള ഈ ഒരു പച്ചപ്പൊക്കെ കണ്ടോ, ഒത്തിരി നല്ല കാഴ്ചയാണേ. ഇവിടെയൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല ബിൽഡിങ്ങൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള ബിൽഡിങ്ങൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളേ. ഈ വഴി നല്ല വീതിയിലാണ് പണിതിരിക്കുന്നത്. 2 ബസ്സിനൊക്കെ ഒന്നിച്ച് പോകാവുന്ന ഒരു രീതിയിലാണ്. നമ്മുടെ ബസ് എപ്പോഴും കാലി തന്നെ. ഇവിടെ കണ്ടോ ഒരു മനോഹരമായ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാം. അതിൻ്റെ അപ്പുറത്തോട്ട് ആ മലനിരകളൊക്കെ കണ്ടോ, കൈലാസഗിരി മലനിരകളൊക്കെയാണ്. അവിടെ എപ്പോഴും മഞ്ഞൊക്കെ കയറി കിടക്കും. കുറച്ച് അപ്പുറത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് മഞ്ഞ് കയറി കിടക്കുന്നതൊക്കെ കാണാവേ.
ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ വുഡ്ലാൻഡ്സ് ബദേൽ ഗ്രൂപ്പുകളുടെ തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. അവരുടെ പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഈ പോകുന്ന വഴി കാണാം. നമ്മുടെ ഓർഡിനറി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ്. കുഞ്ചാക്കോ ബോബൻ്റെ ഒക്കെ സിനിമയിലെ ബിജു മേനോൻ. ഇവിടെ നിന്നും നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ആ വുഡ്ലാൻഡ്സിലെ കുറേ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നിന്നാണ് വുഡ്ലാൻഡ്സിലേക്കും പഴയ പാമ്പനാറിലേക്കൊക്കെ വഴിതിരിഞ്ഞു പോകുന്നത്. ഇവിടെ നിന്ന് ഇനിയും കുറച്ച് മുന്നോട്ട് ചെന്നാൽ നമുക്ക് മേമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലാം. നമ്മൾ കടന്നു വന്ന ആ ഒരു വഴിയൊക്കെ കണ്ടോ ദൂരെ. ഇനിയും മുന്നോട്ട് കുറേ കൂടെ നമുക്ക് പോകാനുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നപ്പോഴേ വെറുതെ ഇരിക്കണ്ട, ഒരു ബ്ലോഗൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇതും കൂടെ എടുത്ത്. ഇങ്ങനെ ഒരു യാത്രാ ബ്ലോഗുകളൊക്കെ ഇങ്ങനെ ബസ്സിലൊക്കെ ഇരുന്നുള്ളത് നമ്മൾ വളരെ കുറച്ചല്ലേ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ സ്കൂട്ടറിലൊക്കെ കൂടുതൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ അധികം ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ മേമല എന്ന സ്ഥലത്തേക്കാണ് എത്തിയത്. ഏറ്റവും കൂടുതൽ തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളൊരു മേഖലയാണ് ഇവിടെ. ഇവിടെ നിന്ന് നമുക്ക് ടൈബോർഡ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കടന്നു പോകാം കേട്ടോ. ഒത്തിരി നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്നൊരു പ്രദേശമാണിത്. ഇപ്പോൾ റോട്ടിൽ ബസ്സിൻ്റെ തിരക്കൊക്കെ കുറച്ച് വാഹനങ്ങളുടെയൊക്കെ ആയിട്ട് കുറവാണ്. ചില സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഇനിയിപ്പോൾ അയ്യപ്പ സീസണൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഈ വഴിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വാഹനങ്ങളൊക്കെ കടത്തിവിടും. അന്നേരം ഈ റോഡൊക്കെ ഭയങ്കര തിരക്കായിട്ട് മാറുവേ. കുറച്ച് താഴെ ചെന്നാൽ നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ നമുക്ക് കാണാം. ഒറ്റമരം വ്യൂ പോയിൻ്റ് ആണെന്നാണ് പറയുന്നത് അതിൻ്റെ പേര്. അവിടെ നിന്ന് നമുക്ക് വാഗമണിലേക്ക് വാഹനങ്ങളൊക്കെ പോകുന്നതും ഒക്കെ അത് കണ്ടോ, ആ റോഡൊക്കെ വാഹനങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ ഇറങ്ങി നിന്നാൽ കാണാൻ നല്ല ശേലാണ്. ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ ടൈബോർഡ് എസ്റ്റേറ്റുകാരുടെ നല്ലൊരു തേയിലത്തോട്ടമാണ്. ദൂരെ നമുക്ക് ഏലപ്പാറ ടൗണൊക്കെ കാണാം. ഏലപ്പാറ ടൗണൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ള ഒരു ടൗണാണ്. സായിപ്പന്മാർ വെച്ച് പിടിപ്പിച്ചതാണ് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കേട്ടോ. എത്ര നല്ല രീതിയിൽ അവരത് കൃഷി ചെയ്തിരിക്കുന്നതെന്ന് നോക്കി. അവിടെ കുറേ പുതിയ തേയിലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏലപ്പാറ ടൗണിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ഏലപ്പാറ ടൗണ് ഒരു ഹൈ റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ളൊരു ടൗണാണ് കേട്ടോ. ആദ്യകാലത്ത് ബൊണാമിയായിരുന്നു സിറ്റി. അവിടെ പ്ലേഗ് രോഗം ബാധിച്ചതിനെ തുടർന്ന് ഒരുപാട് ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നിന്നും സായിപ്പന്മാർ ഇങ്ങോട്ട് മാറി ബ്രിട്ടീഷുകാർ ഒരു ടൗൺ ഉണ്ടാക്കിയെടുത്ത് 1930 ഈ ടൗൺ നിലവിൽ വന്നത്. അതിനുശേഷം ഇതിപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത്, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത്. ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വളരെ നല്ലൊരു ടൗണാണ് കാണാൻ. അത്ര വലിയൊരു ടൗണൊന്നുമല്ല, എന്നാലും ഇടത്തരമായ ഒരു ടൗണാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളാണുള്ളത്. തമിഴ്നാട്ടിൽ നിന്നും ഇവിടുത്തെ തേയില എസ്റ്റേറ്റിലേക്കൊക്കെ കൃഷിക്കൊക്കെ ആയിട്ട് വന്ന ആൾക്കാരാണ്. ഒരു ചെറിയ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഏലപ്പാറയിൽ പഞ്ചായത്തുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പെട്രോൾ പമ്പുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉള്ള ഒരു ചെറിയൊരു പട്ടണമാണ് കേട്ടോ ഈ ഏലപ്പാറ എന്ന് പറയുന്നത്. ഇവിടുന്ന് കുറച്ച് താഴെ നിന്ന് നമുക്ക് വലത്തോട്ടൊരു വഴി കാണാം. ആ വഴിക്ക് കയറിപ്പോയാൽ നമുക്ക് കോഴിക്കാനം എന്ന് പറയുന്ന ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. കോഴിക്കാനം, ഹെലിബറിയ, കുരിശുമല, അതിലെ അങ്ങനെ പോയാൽ നമുക്ക് ഈ കാണുന്ന വഴി കൂടെയാണ് പോകുന്നത്. അതിലെ നമുക്ക് പോയി കഴിഞ്ഞാൽ ചപ്പാത്ത്, മ്ലാമല, വണ്ടിപ്പെരിയാർ ആ റൂട്ടിലൊക്കെ പോകാം കേട്ടോ. നേരത്തെ അതിലേക്ക് ബസ്സുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിക്കൊക്കെ റോഡുകൾ കുറച്ച് മോശമായതുകൊണ്ട് ബസ് സർവീസൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ഈ കാണുന്ന ഈ പള്ളിയുടെ ഇപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴി കൂടെ പോയാൽ നമുക്ക് വാഗമണ്ണിനൊക്കെ പോകാവുന്ന നല്ല ഭംഗിയുള്ള റോഡൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെയുള്ള, ഇത്രയും വീതിയില്ല, കുറച്ച് വീതിയൊക്കെ കുറവാണ്. ചെമ്മണ്ണ് ഭാഗത്തൂടെയൊക്കെ പോയിട്ട് നമുക്ക് വാഗമണ്ണ് സൈഡിലേക്കൊക്കെ പോകാൻ പറ്റും. ഇവിടെ തൊട്ട് താഴെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അത് ഇവിടുന്ന് ശരിക്കും കാണത്തില്ല, എങ്കിലും ചെറിയ രീതിയിൽ കാണാം. ഏലപ്പാറയുടെ സ്വന്തം വെള്ളച്ചാട്ടം. നമ്മൾ ഒരുപാട് പ്രാവശ്യം റീൽസും വ്ലോഗും ഒക്കെ ചെയ്തിട്ടുള്ളതാണത്. ഇനി നമ്മൾ കട്ടപ്പന റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കട്ടപ്പന വരെ പോകുന്നില്ല, നമ്മുടെ നാടായ ലബക്കട വരെ ഉള്ളൂ കേട്ടോ.
കട്ടപ്പനയ്ക്ക് നമുക്ക് ഇന്നിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഈ വഴിയിലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ നമുക്കിങ്ങനെ കാണാം. കൈപ്പങ്കാടി പൂക്കളാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും കൂടുതലായിട്ടും. ഇവിടെ ഒരു ചെറിയ റിസോർട്ടൊക്കെ ഉണ്ട് മുകളിൽ. ഇപ്പം ടൂറിസം മേഖല വികസിച്ച് വരുന്നത് കൊണ്ട് എല്ലാ ഭാഗത്തും അടുത്തടുത്ത് ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ വഴി സൈഡിലൊക്കെ ഇഷ്ടംപോലെ കാണും. അപ്പോൾ ഇടുക്കിയിലേക്കൊക്കെ ടൂർ വരുന്ന ആൾക്കാർ എവിടെ താമസിക്കും എന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ടൂറൊക്കെ വരികയാണെങ്കിൽ അറിയാൻ മേലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല ഒരു വഴി സൈഡിലൊരു കൊച്ചു കാപ്പിക്കടയൊക്കെ കാണാം. ഈ വഴി വരുന്ന യാത്രക്കാരൊക്കെ ഇവിടെ നിർത്തി വെള്ളവും ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകാറ്. ഒരു ബസ്, ടൂറിസ്റ്റ് ബസ്സാണ്, ടൂർ വന്നതാണ്. കുറേ നേരമായിട്ട് നമ്മുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. നമ്മളുടെ ബസ് അതിന് മുന്നിൽ കയറാൻ പരിശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. പക്ഷേ എന്തായാലും നമ്മളുടെ ബസ് അവരുടെ മുന്നിൽ കയറും. കാരണം അവർ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്ന ആൾക്കാരാണ്. നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സല്ലേ, അവർക്ക് സമയത്തിന് ഓടിയെത്തണമല്ലോ. ഇവിടെ നല്ലൊരു വ്യൂ ഗാലറി ഉണ്ട്. ഇവിടുന്ന് താഴോട്ട് നമുക്ക് നല്ല ഒരു കാഴ്ചകളൊക്കെ കിട്ടുന്നൊരു ഭാഗമാണ്. ഇതിലെ വരുന്ന യാത്രക്കാരൊക്കെ ഇവിടെ ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് പോകാറ്. ഈ വഴിക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അക്കരെയായിട്ട് നമുക്ക് ഒരു ഹോം സ്റ്റേ ഒക്കെ കാണാം. രാത്രിയാണ് അത് കൂടുതലായിട്ട് ഭംഗിയായിട്ട് കാണുക. ആ കാണുന്നതല്ല കേട്ടോ, കുറച്ചും കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു 2 നില കെട്ടിടമൊക്കെ ഇരിക്കുന്ന കാണാവേ. ഇപ്പോൾ നമുക്ക് കാണാം, അത് കണ്ടോ, ആ കാണുന്നതാണ്. അത് രാത്രി കാണാൻ ഒരുപാട് ഭംഗിയാണ്. ഇപ്പോൾ ഈ റോഡ് നന്നാക്കി ഈ സൈഡിൽ ഈ ബാരിക്കേഡൊക്കെ വെച്ചപ്പോഴത്തേക്കും റോഡ് കാണാൻ ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഈ ഇട സൈഡിലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സൈഡിലായതുകൊണ്ട് അത് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇനിയും നമുക്ക് കുറേയധികം ദൂരം കൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ആ ടൂറിസ്റ്റ് ബസ് ഇതുവരെ നമുക്ക് സൈഡ് തന്നിട്ടില്ല കേട്ടോ. അവരും അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവരെ കുറച്ചങ്ങ് ചെല്ലുമ്പോൾ റോഡ് നേരെ ആകുമ്പോൾ നമ്മൾ മുന്നിൽ കയറി പോവേ. ഈ സൈഡിൽ കണ്ടോ, മലയിലൊക്കെ ഒട്ടിച്ച് വെച്ചത് മാതിരിയുണ്ട്. തേയിലത്തോട്ടങ്ങൾ അങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട്. ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങൾ കാണാൻ വേറെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഭീമങ്കല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ഈ തേയിലത്തോട്ടങ്ങൾ കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചത് മാതിരി ഇരിക്കുന്ന കണ്ടോ. ഭീമങ്കല്ലിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് ഒരു വഴിയുണ്ട്. ആ വഴിക്ക് കയറിപ്പോയാൽ മനോഹരമായ ഒരു ഗ്രാമവും ഒക്കെ ഉണ്ട് അവിടെ. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയെടുത്ത ഒരു സ്ഥലമാണ്. കുറച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ നമ്മളുടെ ബ്ലോഗിൽ അതുണ്ട്. ഈ ഒരു വളവ് ഭയങ്കര അപകടമുള്ളതായിരുന്നു പണ്ടൊക്കെ. ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റോഡ് നല്ലതാകുന്നതിന് മുമ്പ് നമ്മൾ ചെല്ലുമ്പോൾ നേരെ ഒരു കെട്ടിടം കാണുന്നുണ്ടോ, അവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അക്കരെ ആ റോഡ് പരിചയമില്ലാത്തവർ വന്നു കഴിയുമ്പോൾ റോഡ് നേരെയാണെന്നും പറഞ്ഞ് വന്ന് ആ കുഴിയിൽ ചാടി അപകടങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ റോഡ് നന്നായതുകൊണ്ട് റോഡ് ശരിക്കും കാണാമല്ലോ. എത്ര രാത്രിയിലും മഞ്ഞിലും വന്നാലും നേരെ ഇങ്ങ് ഇറങ്ങിപ്പോരാം. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് 4 മൈൽ എന്ന് പറയുന്ന ഒരു ചെറിയ ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് നമുക്ക് വാഗമണ്ണിനൊക്കെ പോകാനുള്ള വഴിയുണ്ട്. പക്ഷേ ആ വഴി ഒരുപാട് മോശമായിട്ട് കിടക്കുകയാണ്. ആ വഴിക്കായിരുന്നു ആദ്യം വാഗമണ്ണിനൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ അക്കരെ ഒരു ചെറിയ തേയിലത്തോട്ടമൊക്കെ കാണുന്നുണ്ടേ. ഇനി നമ്മൾ താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ ഒരു പള്ളിയൊക്കെ കാണാം. സെൻറ്റ് ജോർജ് ദേവാലയമാണ് 4 മൈലിലെ. നമ്മളുടെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് വരികയുള്ളൂ. നമ്മൾ ആ കയറി ചെല്ലുമ്പോൾ ഇവിടുന്നേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ആ പള്ളി. പക്ഷേ ആ റോഡിൻ്റെ സൈഡിൽ ആ പള്ളി ഇരിക്കുന്ന കാണാൻ ഒത്തിരി ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ഹോം സ്റ്റേ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു പഴയ പാലം, അപ്പുറത്തൊരു ചെറിയ പഴയ പാലമുണ്ട്. ഇപ്പോൾ പുതിയ പാലത്തേല. ഇതാണ് 4 മൈൽ സിറ്റി. ഇവിടെ നിന്നാണ് വാഗമണ്ണിലേക്ക് വഴി തിരിഞ്ഞു പോകുന്നത്. ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പുറത്ത് പള്ളിയും മഠവും സ്കൂളും ഒക്കെയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ വരുന്നത് ഏറമ്പടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഏറമ്പടം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് ചപ്പാത്താണ് കിട്ടുന്നത് കേട്ടോ. അല്ല, അതിനിപ്പുറത്ത് കൊച്ചു കരിന്തിരി ഉണ്ടേ. കൊച്ചു കരിന്തിരി ഞാൻ ഇന്നാൾ വ്ലോഗ് ചെയ്തപ്പോൾ സ്ഥലം മാറിപ്പോയതിന് ഒത്തിരി ആൾക്കാർ 2-3 പേരെന്നെ വഴക്ക് പറയുന്ന രീതിയിൽ കമൻറ്റ് ചെയ്തു. സ്ഥലങ്ങൾ നോക്കിയിട്ട് വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞ്.
അതിനുവേണ്ടി ഞാൻ കൊച്ചുകരുത്തിരി തന്നെ പോയി വേറൊരു ബ്ലോഗും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പം നമ്മൾ ഏറമ്പടം എന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇവിടെ നിന്നും നമുക്ക് വാഗമണ്ണിനൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഇതിലെ മുകളിലേക്കൊരു വഴി കയറി പോകുന്നതാണ്. ആ കാണുന്ന വഴിയെ കയറി പോയാൽ നമുക്ക് കാറ്റാടിക്കവല, ചീന്തലാറ് ആ ഒരു മേഖലയിലൂടെ ചെല്ലാം. അവിടുന്ന് ഉപ്പുതറ എന്ന് വരുന്ന വഴിയിലോട്ട് കയറിയിട്ട് വാഗമണ്ണിന് നേരെ പോകാൻ സാധിക്കുന്നതാണ്. ഇത് മുകളിൽ താമസക്കാരുണ്ട്, അവരുടെ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ ഏറമ്പടം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വൺ സൈഡ് ആയാലും ടു സൈഡ് ആയാലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊച്ചു കരിന്തിരിയിലെ സ്കൂളിൻ്റെ അവിടെ എത്തി. ഇവിടെ ഒരു യു പി സ്കൂളുണ്ട്. കുറച്ച് മുന്നേ ചെന്ന് കഴിഞ്ഞാൽ കരിന്തിരി എന്നും പറയും, കരിന്തരുവി എന്നും പറയും. പാലം നമുക്ക് കാണാം. ഇവിടെ വന്നപ്പോൾ ബസ്സിന് കുറച്ച് സ്പീഡ് കൂടിയതുപോലെ എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഇടത് സൈഡിൽ മുകളിലായിട്ട് ഒരു ശുഭാനന്ദ ആശ്രമമൊക്കെ ഉണ്ട്. അവിടെ അടുത്ത ദിവസം ഉത്സവമോ പൂജയോ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. കുറേ വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. കുറേ വാഹനങ്ങൾ വരുന്നതും കണ്ടായിരുന്നു. അത് സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ കണ്ട ഇടതുവശത്തോട്ട് കിടക്കുന്ന റോഡായിരുന്നു പഴയ കൊച്ചുകരിന്തിരി ചപ്പാത്ത് റോഡ്. ഈ റോഡ് പണിതതിന് ശേഷം അപ്പുറത്തോട്ടുള്ള റോഡ് വലിയ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അവിടെ പഴയ പാലമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെയുള്ള ചെറിയ വാഹനങ്ങളൊക്കെയാണ് അതിലെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കൊച്ചുകരിന്തിരിയുടെ ഈ ഭാഗത്ത് ഒരു മനോഹരമായ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വെയിറ്റിംഗ് ഷെഡ് നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ഒത്തിരി ഭംഗിയുണ്ട് അതെങ്ങനെ ഇരിക്കുന്ന കാണാനായിട്ട്. ഇതാണത്. ഇതെല്ലാം മലങ്കര എസ്റ്റേറ്റുകാരുടെ തോട്ടങ്ങളാണ്. അവരിവിടെ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ ഒത്തിരി ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തേയില മാത്രമല്ല, കവുങ്ങുണ്ട്, പൊടിയുണ്ട്, അതുപോലെ എണ്ണപ്പനകളുണ്ട്. അങ്ങനെ പലതരം കൃഷികളാണ് ഈ തേയിലയ്ക്കുള്ളിലും കൂടെ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വെച്ച് നമ്മളെ ദിലീപിൻ്റെ സിനിമയായ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിലേക്കാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്. ചപ്പാത്തിലിപ്പോൾ വെള്ളമൊക്കെ കുറവാണ്. ഇത് മലങ്കരക്കാരുടെ ഒരു തേയില കളക്ടിങ് സെൻ്ററൊക്കെയാണ്. ഇവിടെ ഒത്തിരി മരങ്ങളും കൂടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തേയിലത്തോട്ടത്തിൽ അത്യാവശ്യം മരങ്ങളൊക്കെ വേണം, ചെറിയ തണലൊക്കെ ഇരിക്കാനും. ഇതാണ് ചപ്പാത്ത് ടൗണ്. ഇക്കരെ ഇതിൻ്റെ ഇടത് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അങ്ങോട്ട് പോയാൽ അവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമൊക്കെ ഉണ്ട്. ചപ്പാത്ത് പാലം, മുല്ലപ്പെരിയാർ സമരത്തിന് വേണ്ടി ഒത്തിരി ആൾക്കാർ വന്ന് സമരമൊക്കെ ചെയ്ത ഒരു പാലമാണ് ഈ ചപ്പാത്ത് പാലമൊക്കെ. ഇവിടെ ഇപ്പോഴും ചപ്പാത്ത് രീതിയിലാണ് ഈ പാലം ഉള്ളത്. ഒരുപാട് ഉയർത്തിയൊന്നും കെട്ടിയിട്ടില്ല. ഇതിൻ്റെ ഈ പെരിയാറിൻ്റെ തീരത്തൂടെ ഒരുപാട് ജനങ്ങൾ ഇവിടെ പുഴയോടൊക്കെ ചേർന്ന് ജീവിക്കുന്നുണ്ട്. താമസിച്ച് അവർ ഇവിടുത്തെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഇവിടെ കച്ചവടക്കാരും വണ്ടി ഓടിക്കുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ റോഡ് പണികൾ ഇനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് വഴി നമുക്ക് അത്രത്തോളം നല്ലൊരു സുഗമമായ വഴിയല്ല കേട്ടോ. ഇനി കുറച്ച് മുന്നേ ചെന്ന് നമ്മൾ മേരികുളം പരപ്പ് ആ ഒരു ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ വഴി ഇച്ചിരി ഒന്ന് മെച്ചപ്പെടുകയുള്ളൂ. ഇവിടെ എല്ലാം റോഡെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. സൈഡൊക്കെ വീതി കൂട്ടി കെട്ടിയെടുക്കുകയാണ്. ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചത് ഈ വഴി സൈഡിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം ഇവിടുന്ന് പോകുമായിരിക്കും എന്നാണ്. കാരണം വെച്ചാൽ റോഡ് വീതി കൂട്ടുമ്പം അങ്ങോട്ട് ഇറങ്ങി പണിയുമല്ലോ. പക്ഷേ അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇവിടെ റോഡൊക്കെ പണിതിരിക്കുന്നത്, താമസക്കാരെ ഒന്നും ഉപദ്രവിക്കാതെയൊക്കെ. അതുകൊണ്ട് ഒരു കണക്കിന് നന്നായി. ഇവരെവിടെയൊക്കെ പോകാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകാൻ പറ്റും? സർക്കാരിന് ഇവർക്കെല്ലാം കൊടുത്തുവിടാനുള്ള ഫണ്ടൊക്കെ ഉണ്ടോ? എന്തായാലും അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവരും റോഡ് പണിക്ക് സഹകരിക്കുന്നുണ്ട്. റോഡ് പണിക്കാരും അതുപോലെ നല്ല രീതിയിലാണ്. ഇവർ സൈഡൊക്കെ പൊളിച്ചിട്ട് നല്ല കല്ലൊക്കെ ഇട്ട് കെട്ടി കോൺക്രീറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീട്ടുകാർക്കൊക്കെ. പെരിയാർ പുഴ കണ്ടോ? മുല്ലയും പെരിയാറും കൂടെ കൂടി ഒഴുകി വരുന്ന മുല്ലപ്പെരിയാർ. ഇത് ഒഴുകി നമ്മുടെ ഇടുക്കി ജലാശയത്തിലേക്കാണ് ചെല്ലുന്നത്. ഇവിടെ വന്നപ്പോഴൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ അധികം പൊളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ മേഖലയൊക്കെ കണ്ടോ നല്ല രീതിയിൽ. ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ടോ? ഇതിനകത്തൊക്കെ
നല്ല മീനൊക്കെ കാണുമേ. ഈ ആറ്ററമ്പിൽ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. ഇനിയിപ്പോൾ നമ്മൾ പരപ്പെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ചെല്ലുന്നത് കേട്ടോ. പരപ്പിൽ നിന്നും പിന്നെ നമുക്ക് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയാൽ മതി. മേരികുളം, മാട്ടുക്കട്ട അങ്ങനെയൊക്കെയുള്ള സിറ്റികളിലേക്കാണ് പിന്നെ ചെല്ലുന്നത്. ഇവിടെയും റോഡിൻ്റെ വിപുലമായ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഈ വഴിക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകൾക്കൊന്നും യാതൊരു കേടും വരുത്താത്ത രീതിയിലാണ് റോഡിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷിയായിട്ടും വീടായിട്ടും ഒക്കെ. ഇപ്പം നമ്മൾ ആലടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ആലടിയും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പരപ്പ് വരുന്നത്. ആലടി ഒരു ചെറിയ സിറ്റിയാണ്. ഇവിടെ ഒരു ആശുപത്രി ഉണ്ട്, കുറച്ച് കടകളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് താമസക്കാരൊക്കെ ഉണ്ട്. ഇവിടെ നിന്നും നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ടായി. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇടത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെരിയാറിങ്ങനെ പതഞ്ഞൊഴുകി വരുന്നൊരു കാഴ്ച നമുക്ക് കാണാം. കണ്ടോ? മഴയൊക്കെ ആകുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ ഒരു അതിശക്തമായൊരു ഒഴുക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിന്ന് വെള്ളം മുകളിലോട്ട് കയറത്തില്ല. ഒരു പരിധിക്ക് വരെ വെള്ളം വരുള്ളൂ, പിന്നെ താഴോട്ട് ഒഴുകി പോകത്തേ ഉള്ളൂ. അക്കരെയും നല്ല തോട്ടങ്ങളൊക്കെയാണ്. ഈ വഴിക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പം വഴിപണി നടക്കുന്നതുകൊണ്ട് വാഹനങ്ങളൊക്കെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതൊക്കെ ഒരു ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ശബരിമല സീസൺ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പണി തീരുമെന്നാണ് കേട്ടോ. പക്ഷേ 1-ാം തീയതി ഇനിയിപ്പോൾ അധികം ദിവസങ്ങളൊന്നുമില്ല, വിളിച്ച് വന്നായിട്ട് അപ്പോഴേക്കും ഈ പണിയൊന്നും തീരത്തില്ല. മിക്കവാറും അടുത്ത മഴക്കാലമൊക്കെ ആരംഭിക്കുമ്പോഴേക്കും പണികൾ തീരുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഇവർക്കൊക്കെ ഒരുപാട് ഈ സൈഡ് കെട്ടുണ്ടായിരുന്നു. സൈഡ് കെട്ട്, പാറ പൊട്ടിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. വഴി വരുന്ന വഴിക്കെല്ലാവരും വീതി കൂട്ടി പണിയുന്നല്ലേ. 2 ബസ്സിന് ഒരേപോലെ പോകാവുന്ന രീതിയിലാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വഴിക്കൊന്നും 2 വരിപ്പാത ഇല്ലായിരുന്നു. ഇപ്പോഴാണ് 2 വരിപ്പാത പണിത് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഇത് കുറേ കാലം കഴിയുമ്പോൾ 4 വരിപ്പാതയാവുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിപ്പോൾ ഉടനെ ഉണ്ടാവില്ല, ഒരു 10 കൊല്ലമൊക്കെ കഴിയും. ഈ റോഡ് ആദ്യം പണിതപ്പം ഒരുവിധം കണ്ടീഷൻ നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് സ്വരാജ് വരെയുള്ള പുളിയമലയിൽ നിന്ന് സ്വരാജ് വരെയുള്ള റോഡാണ് ആദ്യം റബ്ബറൈസ്ഡ് ആക്കിയത്. ആ റോഡ് 10 വർഷത്തിന് ശേഷമാണ് പിന്നെ പൊളിച്ചു പണിത്. അപ്പോഴാണ് ഇത് മൊത്തത്തിൽ കട്ടപ്പനയിൽ നിന്ന് 40 കിലോമീറ്റർ കുട്ടിക്കാനം വരെയുള്ള റോഡ് പണി തുടങ്ങിയത്. ഇപ്പം നമ്മൾ പരപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇവിടെ നിന്നും നമുക്ക് ഉപ്പുതറയ്ക്കും വാഗമണ്ണിനും ഒക്കെ വഴി തിരിഞ്ഞു പോകുന്നുണ്ട്. ആ ഇടത്തോട്ട് റോഡ് പോകുന്നുണ്ടോ, ആ വഴിക്ക് പോയാൽ നമുക്ക് ഉപ്പുതറ വാഗമൺ സൈഡിലേക്ക് പോകാം. ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്, അപ്പുറത്തെ സൈഡിലൊരു റിസോർട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പരപ്പെന്ന് പറഞ്ഞാലും ചെറിയൊരു സിറ്റിയാണ്. അത്യാവശ്യം ഈ ഇവിടെയുള്ള സാധാരണക്കാരുടെ ആയിട്ടുള്ള കുറേ കച്ചവട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ചെറിയ സിറ്റിയാണ്. ഇനിയിപ്പം നമുക്ക് അടുത്ത് ഇവിടെ കിട്ടുന്നത് മേരികുളം എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് നമുക്ക് കുമിളിക്കൊക്കെ തിരിഞ്ഞു പോകാൻ പറ്റും. കുമിളി, തേക്കടി, തമിഴ്നാട്ടിലേക്കൊക്കെ വഴി തിരിയുന്നുണ്ട്. ഇത് തോണിത്തടി എന്ന് പറയുന്ന സ്ഥലമാണ്. തോണിത്തടി കഴിഞ്ഞിട്ടാണ് മേരികുളം വരുന്നത്. ഇപ്പോഴെല്ലാവരും കച്ചവടക്കാരായി കേട്ടോ. ഈ വഴി സൈഡിലൊക്കെ എന്തുമാത്രം കച്ചവടങ്ങളാണ് ഉള്ളതെന്നല്ലോ. പലചരക്ക്, പച്ചക്കറി, അതുപോലെ ചെറിയ തട്ടുകടകൾ, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പം നമ്മൾ മേരികുളം എത്തി. മേരികുളത്ത് നമ്മുടെ വാഹനത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങാനുണ്ടായിരുന്നേ. എങ്ങനെയായാലും നമ്മുടെ വാഹനത്തിൽ ഒത്തിരി ആൾക്കാരില്ല ബസ്സിൽ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കയറിയപ്പം പോലെ എന്താ പറയുക, പകുതി സീറ്റിനുള്ള ആൾ പോലും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്, ഇവിടെ ഷട്ടിലടിക്കുന്ന ബസ്സാണ്, ഉപ്പുതറ കട്ടപ്പന. ഈ മേരികുളം ഒരു ഒത്തിരി ഭംഗിയുള്ള ഒരു സിറ്റിയാണ് കാണാനായിട്ട്. കുറേ കടകളും കമ്പോളങ്ങളും വാഹനങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഒരു പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താണ് നമുക്ക് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നോക്കാവേ. ചിലപ്പോൾ കലോത്സവമായിരിക്കും. ഇവിടെ ഒരു വലിയൊരു ഹൈസ്കൂളുണ്ട്,
പള്ളിയുടെ സെൻറ്റ് ജോർജ് പള്ളിയുടെയാണ്. LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബസ് നിർത്തി ആളം വേളമൊക്കെ കണ്ടപ്പോൾ ഞാൻ ബസ്സിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കൊന്ന് മാറി നോക്കി. ഇവിടെ കലോത്സവമൊക്കെ നടക്കുകയാണ്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. സെൻറ്റ് മേരീസ് SHS മേരികുളം കലോത്സവം. അപ്പോൾ അതുകൊണ്ടാണ് വൈകിട്ട് പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. കുറേ തോരണങ്ങളും ലൈറ്റുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേരികുളം സ്കൂളിലെ കലോത്സവം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ്. എല്ലായിടത്തും അങ്ങനെയാണ്. എങ്കിലും ഇവിടെ ഈ മേരികുളവും മാട്ടുക്കട്ടയും 1 കിലോമീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ലാതെ 2 സിറ്റികളാണ്. ഇതാണ് മാട്ടുക്കട്ട. മാട്ടുക്കട്ടയ്ക്ക് ഇപ്പം റോഡ് പണി വന്നപ്പം ഒരുപാട് വ്യത്യാസം വന്നു. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഈ മാട്ടുക്കട്ടയിൽ ഈ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിരുന്നു കച്ചവടക്കാരുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ റോഡ് നടുക്കൂടെ ആക്കിയിട്ട് ആ കച്ചവടക്കാരെയെല്ലാം ഈ ഉണക്കമീൻ കച്ചവടക്കാരായിരുന്നേ, അവരെയെല്ലാം അവിടുന്ന് മാറ്റി ഇപ്പുറത്തോട്ട് മാറ്റി. ആ കിടക്കുന്ന റോഡ് കണ്ടോ, അടുത്തതിന് പണിയാനുള്ളതാണ്. അത് പണിതാൽ നമ്മുടെ പഴയ അയ്യപ്പൻ കോവിലേക്കുള്ള റോഡായിട്ട് മാറും. ഇപ്പോഴും ആ റോഡ് അങ്ങനെ തന്നെയുണ്ട്. നമുക്കതിലെ പോയ തൂക്കുപാലം, പഴയ അയ്യപ്പൻ കോവിൽ ക്ഷേത്രമൊക്കെ കാണാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ റോഡിൻ്റെ മൊത്തത്തിൽ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മാട്ടുക്കട്ട സിറ്റി കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. കാരണം ഈ റോഡൊക്കെ ഇങ്ങനെ വരുവാൻ 2 സൈഡിൽ കടകളൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. നേരത്തെ ആ ഒരു ഷേപ്പ് മൊത്തത്തിൽ ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. റോഡിൻ്റെ പണി തീർന്നു കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. അടുത്തത് വരുന്ന കുഴൽപ്പാലമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ കേരളത്തിലെ എഞ്ചിനീയർമാർ തന്നെ പണിത ഏഷ്യയിലെ ഏറ്റവും വലിയ കുഴൽപ്പാലമാണിത്. ഇതിൻ്റെ മുകളിൽ കൂടി ഇപ്പോൾ ടാറിങ് ചെയ്ത് 50 ടൺ വെയിറ്റിലൊക്കെ വാഹനങ്ങൾക്ക് പോകാവുന്ന രീതിയിലാക്കി. വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഇടുക്കി ഡാമിൽ നിന്ന്. ഇപ്പോൾ അപ്പുറത്ത് ചങ്ങാടങ്കടത്തൊക്കെ കാണും. ഇനി നമ്മൾ ചെല്ലുന്ന ഒരു ചെറിയ സിറ്റിയാണ് വെള്ളിലാങ്കണ്ടം. വെള്ളിലാങ്കണ്ടത്തിന് റോഡ് പണി വന്നപ്പോൾ ഒരുപാട് മാറ്റമായി കേട്ടോ. നേരത്തെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ വഴി സൈഡ് ചേർന്ന് ഈ സൈഡിലൊക്കെ കടകളും കമ്പോളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് കടകളൊക്കെ വേറെ സ്ഥലത്തോട്ട് മാറ്റി റോഡിന് വീതി കൂട്ടി പണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ പണി തീർന്നു കഴിയുമ്പോഴത്തേക്കും സൈഡിൽ വേറെ കടകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കുമൊക്കെ കാണാനും ഒത്തിരി ഭംഗിയായിരിക്കും. ഇനിയും നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് തുടരുകയാണ്. ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് വലത്തോട്ട് തിരിഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് പോകാവുന്നൊരു എളുപ്പവഴിയുണ്ട്. സ്കൂട്ടർ ഉപയോഗിച്ച് വരികയാണെങ്കിൽ ആ വഴിക്കാണ് ഞാൻ മിക്കവാറും പോവുക. കുറച്ച് ഓഫ് റോഡൊക്കെ ആണ്, എങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ കയറി ചെല്ലുന്നത് പെരിയോങ്കവല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെയും കുറച്ചുകൂടെ കോൺക്രീറ്റിൻ്റെ പണികളൊക്കെ നടക്കാനുണ്ട്. അതുകൊണ്ട് റോഡിൻ്റെ പണി ഇച്ചിരി മന്ദഗതിയിലാണ്. ഇത് സൈഡൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ടോ ആ സൈഡൊക്കെ കെട്ടണം. നല്ല സ്ട്രോങ് കെട്ടാട്ടോ അവർ കെട്ടുന്നത്. സൈഡൊക്കെ സിമെൻറ്റും ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് ചെയ്യുന്നുണ്ടേ. അതുകൊണ്ട് ഇതിന് നല്ല കാലപ്പഴക്കം കിട്ടും. പിന്നീടാണെങ്കിലും കുറച്ചുകൂടെ റോഡിന് വീതി കൂട്ടണമെങ്കിലും ആ സൈഡിലേക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പെരിയോങ്കവല സയൻസ് സ്കൂളിൻ്റെ ആ ഭാഗത്തെത്തി. ഇവിടെ ഒരു നല്ല സ്കൂളൊക്കെ ഉണ്ട്, സയൻസ് സ്കൂൾ. ഒരച്ഛൻ നടത്തുന്നതാണ്. പെരിയോങ്കവല അത്ര വലിയൊരു സിറ്റിയൊന്നുമല്ല. അത്യാവശ്യം 3-4 കടകളൊക്കെ ഉണ്ട്. ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. അതൊക്കെയാണ് പെരിയോങ്കവല. പെരിയോങ്കവലയിൽ നിന്നും കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സയൻ പള്ളി കാണാം. ഈ മേഖലയൊക്കെ കണ്ടോ, നല്ല കൃഷിയിടങ്ങളൊക്കെയാണ്. ഒരുപാട് വീടുകളും. ഇവിടെ ഒരു നഴ്സറിയൊക്കെ ഉണ്ട്, ചെടി നഴ്സറി. എല്ലാത്തരം ചെടികളും പഴം പച്ചക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതാണ് സയൻ പള്ളി. ഇനി വരുന്ന ജംഗ്ഷനാണ് സ്വരാജ് എന്ന് പറയുക. അടുത്ത ജംഗ്ഷൻ സ്വരാജ് ജംഗ്ഷനിൽ നിന്നും നമുക്ക് കോഴിമല എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റും. ഇവിടുത്തെ ആദിവാസി ഗോത്രങ്ങളായ മന്നാൻ സമുദായക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ കോഴിമല എന്ന് പറയുന്നത്. അവിടെ
ജനുവരി ഫെബ്രുവരി മാസത്തിൽ അവരുടെ കാലാവൂട്ട് മഹോത്സവം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളത് കാണാനൊക്കെ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടത്തോട്ടൊരു വഴി പോകുന്നുണ്ട്. ആ വഴിയാണ് കോഴിമലയ്ക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ സ്വരാജ് സിറ്റിയിലേക്ക് എത്തി. സ്വരാജിൽ അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ഉള്ളൊരു, നമ്മുടെ ലെപ്പക്കടയുടെ അത്രയില്ല, അതിൽ ഇച്ചിലൂടെയൊക്കെ ചെറുതാണ്. നമ്മുടെ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പില്ല കേട്ടോ, ആരും ഇറങ്ങാനില്ല. ഇവിടെ ഒരു ട്രൈബൽ ഹൈസ്കൂളൊക്കെ ഉണ്ട്, LP UP ഹൈസ്കൂൾ. ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നതാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതാണ് തൊപ്പിപ്പാള അമ്പലം, അയ്യപ്പൻ്റെ അമ്പലം. പഴയ കാലത്ത് അയ്യപ്പൻകോവിൽ നിന്ന് കുടിയിറക്കിയ സമയത്ത് അവിടുത്തെ ജനങ്ങളെല്ലാം ഇവിടെ വന്ന് അമ്പലം പണിതാണ്. തൊപ്പിപ്പാള ജംഗ്ഷനാണിത്. ഇനി അടുത്ത് വരുന്നതാണ് നമ്മളുടെ ലബ്ബക്കട എന്ന് പറയുന്ന സിറ്റി. അവിടം വരെ നമ്മളുള്ളൂ. നമ്മളവിടെ ഇറങ്ങുവേ. ഇവിടെയും കുറേ വഴി സൈഡിൽ പുതിയ വീടുകളൊക്കെ പണി നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സിറ്റി എത്തി. തൽക്കാലം ഈ വീഡിയോ ഇവിടം കൊണ്ടൊക്കെ നിർത്തുവാണേ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.